ഉപജീവന മാർഗത്തിനായി വയോധികർ നടത്തിയിരുന്ന വഴിയോര കച്ചവട കട പഞ്ചായത്ത് അധികൃതർ പൊളിച്ചു മാറ്റിയതായി പരാതി. ഏറ്റുമാനൂർ പാലാ റോഡിൽ കിടങ്ങൂർ കട്ടച്ചിറയിൽ പെട്ടിക്കട നടത്തിയിരുന്ന വയോധികരുടെ കടയാണ് കഴിഞ്ഞ ദിവസം JCB ഉപയോഗിച്ച് പൊളിച്ചു കളഞ്ഞതായി പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 30 വർഷമായി കൂടല്ലൂർ കവലയ്ക്ക് സമീപം താമസിക്കുന്ന പേരൂർ കരോട്ട് തങ്കപ്പനും ഭാര്യ ലക്ഷ്മിക്കുട്ടിയുമാണ് വഴിയോര കച്ചവടം നടത്തി വന്നിരുന്നത്. ചായയും മുറുക്കാനുമാണ് ഇവിടെ കച്ചവടം. ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നും വായ്പ എടുത്താണ് ഇവർ പാതയോരത്ത് കച്ചവടം ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം വയോധികർ ഇല്ലാത്ത സമയത്താണ് പഞ്ചായത്ത് അധികൃതർ കട പൊളിച്ചതെന്നാണ് ആരോപണം. തങ്കപ്പനും ഭാര്യ ലക്ഷ്മിക്കുട്ടിയും ഇത് സംബന്ധിച്ച് അധികൃതർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഞങ്ങൾ 15 വർഷമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കരിക്കുണ്ടായിരുന്നു, കഞ്ഞി വെച്ച് കൊടുക്കുമായിരുന്നു, കപ്പ വെച്ച് കൊടുക്കുമായിരുന്നു. 1 ലക്ഷം രൂപ ഞങ്ങൾക്ക് മുടക്കുണ്ട്. നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ പൈസ എടുത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരെ 1 മാസം മുമ്പ് അവർ നോട്ടീസ് കൊണ്ട് തന്നു കട മാറ്റണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളുടെ സാഹചര്യമൊക്കെ ഞങ്ങൾ പറഞ്ഞു മാറ്റാൻ പറ്റിയ എന്താ ഇപ്പൊ ഇവിടെ ഇത്ര അത്യാവശ്യമായിട്ടുണ്ടെന്ന് പറയുന്നതെന്ന് ചോദിച്ചു. വല്ല വൈരാഗ്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അത് വൈരാഗ്യമൊന്നുമില്ല, മുനിസിപ്പാലിറ്റി പഞ്ചായത്തിന്റെ തീരുമാനമാണ് ഇത്രയും കടകൾ എടുക്കണമെന്ന്. ഞാൻ പറഞ്ഞു കോട്ടയം മുതൽ പാലാ വരെ എടുത്തിട്ട് വാ, എന്നാലും ഞങ്ങൾ മാറിക്കൊള്ളാന്ന് പറഞ്ഞു. അതൊന്നും പറ്റിയല്ല, ഞാനത് തീരുമാനമെടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞു അടുക്കിട്ടിട്ട് പോയതാ. പിന്നെ ഈ ഇലക്ഷൻ കാരണം പരാതി ഞാൻ ജീവിക്കാൻ വേറെ മാർക്ക് വെച്ചെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു മാർക്കവും ഇല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതുകൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത്. ഞങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കണം, ആഹാരം കഴിക്കണം, ഇതേ പറ്റൂ എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. പറഞ്ഞിട്ട് അവർ പറഞ്ഞു അതൊക്കെ നിങ്ങളുടെ കയ്യിലിരുന്നാൽ മതി, ഞാനൊരു തീരുമാനം എടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വന്നിങ്ങനെ ചെയ്യുമെന്നൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. ഗതാഗത സുരക്ഷയുടെ ഭാഗമായിട്ടാണ് പാതയോരത്തെ അനധികൃത കച്ചവടക്കാരെ കിടങ്ങൂർ ടൗണിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. ഇത്തരക്കാർക്കായി പുനരധിവാസ സ്ഥലങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. പാതയോരത്ത് അനധികൃതമായി കച്ചവടം നടത്തുന്നവർക്ക് നോട്ടീസ് നൽകിയിരുന്നു. കൂടാതെ പത്രപരസ്യമടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. ഇതിനുശേഷമാണ് ഇവരെ ഒഴിപ്പിച്ചതെന്ന് പഞ്ചായത്ത് സെക്രട്ടറി രാജേഷ് ജി പറഞ്ഞു. ഇതിനെ സംബന്ധിച്ച് നമ്മളുടെ പഞ്ചായത്ത് കമ്മിറ്റി 12/1/2024 9 നമ്പറായിട്ട് ഈ മർച്ചന്റ് അസോസിയേഷൻ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്തില്ല. ഈ ടൗൺ ഏരിയ കേന്ദ്രീകരിച്ച് ഉള്ള കച്ചവടങ്ങൾക്കെല്ലാം ഗതാഗത തടസ്സം, ആൾക്കാർക്ക് നടന്നു പോകാൻ ബുദ്ധിമുട്ട് എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഈ പാലാ പഴയ ഓൾഡ് ടൗണ്, പെട്രോൾ പമ്പിൻ്റെ അവിടെ കിടങ്ങൂറ ക്ഷേത്രത്തിൻ്റെ കാണിക്കവഞ്ചി മുതൽ അങ്ങോട്ടുള്ള ടൗൺ കേന്ദ്രീകരിച്ചുള്ള ഭാഗങ്ങളിലെ ഈ വഴിയോര കച്ചവടം പൂർണ്ണമായി ഒഴിപ്പിക്കാനായിട്ട് തീരുമാനം എടുത്തിട്ട് അവരെ നമ്മൾ ഒഴിപ്പിക്കുമ്പം അവർക്കൊരു ഉപജീവന മാർഗ്ഗം നമുക്ക് മസ്റ്റായിട്ട് കൊടുക്കണമല്ലോ. ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ ഉള്ളതുകൊണ്ട് അവരെ നമ്മൾ ഈ പറയുന്ന ഈ മാവിൻചുവടിന് തൊട്ട് അപ്പുറത്തോട്ട് ഭാഗത്തുള്ള ഒഴിഞ്ഞ ഇച്ചിരി സ്പേസ് ഉള്ള സ്ഥലത്തേക്ക് മാറ്റിയിരിക്കാനായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നോട്ടീസ് ഇഷ്യൂ ചെയ്യുകയും ഇതിൽ കുറേ പേര് അതനുസരിച്ച് ഇപ്പം നമ്മൾ ഈ പറയുന്ന സ്ഥലത്തോട്ടും ഒക്കെ മാറിയിട്ടുണ്ട്. കൂടാരം ജംഗ്ഷൻ അവിടെ അപ്പുറത്തെ ജംഗ്ഷനിലോട്ടൊക്കെ മാറി കച്ചവടം ചെയ്തിട്ടുണ്ട്. അതിനുശേഷവും പിന്നീട് നമ്മൾ ഇവർ മാറാതിനെ തുടർന്നാണ് നമ്മൾ 2ാമത് നോട്ടീസ് കൊടുത്തത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു പാലാ ഹൈവേയിൽ ഏറ്റവും സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഭാഗം, അവിടെ ഒരു ടൗണിലേക്ക് പോകുന്ന ഒരു ഭാഗം കൂടെ ഈ ഒരു കെട്ടിരിക്കുന്ന സ്ഥലം. അവിടെ ഒട്ടും സ്ഥലമില്ല. അവിടെ ഒരു വണ്ടി വന്ന് നിർത്തി ഒരു സാധനം മേടിച്ചാൽ പിന്നെ അടുത്ത വണ്ടിക്ക് കടന്നു പോകണമെങ്കിൽ ഇവരുടെ വണ്ടി ഓവർലുക്ക് ചെയ്ത് പോകണം. അപ്പോൾ അതുപോലെ തന്നെ ഇവർ നമ്മളൊരു സാധാരണ കച്ചവടം ചെയ്യുന്നവർ നമ്മൾ ഇച്ചിരി ഒതുക്കി കച്ചവടം ചെയ്യാൻ അവരോട് നമ്മൾ ആവശ്യപ്പെട്ടത് വെച്ചാൽ ഒരു സ്ഥലത്തു നിന്ന് തുടങ്ങി അങ്ങേയറ്റം തൊട്ടിങ്ങേയറ്റം വരെ ഒരു വലിയ കച്ചവട ശൃംഖല പോലെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതോടൊപ്പം തന്നെ അവർ അതിൻ്റെ ആ സ്ഥലം വെച്ചിരിക്കുന്ന മതിൽ തികച്ചും അപകടാവസ്ഥയിൽ, അത് പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. ആ മതിൽ വിണ്ട് കീറി മതിൽ അവിടെ ഇരിക്കുന്ന ഈ കടലോട്ട് വന്നിരുന്നാൽ അതിനകത്ത് വരുന്ന ആളുടെ പുറത്തേക്ക് വീണാൽ അത് അപ്പോഴേ ആളുടെ ജീവഹാനി വരെ സംഭവിക്കാവുന്ന കേസാണ്. അപ്പോൾ ഇവരോട് അത് നമ്മൾ പറഞ്ഞ് ആദ്യം നോട്ടീസ് കൊടുത്തു, 2ാമത് നോട്ടീസ് കൊടുത്തു. പിന്നെ ഈ പഞ്ചായത്ത് ആക്ട് പ്രകാരം ഞാനിത് ഈ പത്രത്തിലെല്ലാം അറിയിപ്പ് കൊടുത്തു. ഇങ്ങനെ ഈ ഭാഗങ്ങൾ നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് ഇത് നിരോധിച്ചിട്ടുള്ളതാണ്. ഉപജീവന മാർഗ്ഗം നില നിങ്ങൾ ആ ഭാഗത്തുനിന്ന് വിട്ട് അപ്പുറത്തോ ഇപ്പുറത്തോട്ടോ പോയി മാറി കച്ചവടം ചെയ്യണം എന്ന് പറഞ്ഞു. അതിനുശേഷവും ഒരു നടപടിയും സ്വീകരിക്കാതെ തുടർന്നാണ് നമ്മൾ 24 മണിക്കൂർ ഫൈനൽ നോട്ടീസ് ഒഴിപ്പിക്കാനായിട്ട് കൊടുത്ത എല്ലാ കടകളിലും നമ്മൾ പൈസ നടത്തുകയും ചെയ്തു. പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശം ഉൾക്കൊണ്ട് 10-ലധികം കടകൾ ഒഴിപ്പിക്കുകയും ഇവർക്ക് പുനരധിവാസ സ്ഥലങ്ങൾ നിർദ്ദേശിച്ചിരുന്നതായും സെക്രട്ടറി പറഞ്ഞു. i4a ന്യൂസ്, ഏറ്റുമാനൂർ.